ഹലോ, ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് തൊട്ട് ഞാൻ നിങ്ങൾക്ക് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് മുടിയുടെ സംരക്ഷണ രീതികളും മുടി വളരാനുള്ള ഓരോ ടിപ്സും. അതായത് ആദ്യം തൊട്ട് മുടി വളർത്താൻ ഉദ്ദേശിക്കുന്നവരെ ഫസ്റ്റിലെ തൊട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു അടിപൊളി ടിപ്സും പിന്നെ മുടി വളർത്താനുള്ള ആ ഒരു ഇതൊക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മുടി വളർത്താൻ ആഗ്രഹിക്കുന്നവര് എന്ത് ചെയ്യണം? മുടി കുളിക്കാതെ തന്നെ ഒരാഴ്ചയാണെങ്കിലും കുളിക്കാതെ തന്നെ നിങ്ങളുടെ മുടി അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാം. ചിലവർക്ക് തലയൊക്കെ ഒന്നും കുളിക്കാൻ പറ്റാത്തവർ കാണും. ആ കുളിക്കാൻ പറ്റാത്തവർക്കും മുടി വളർത്തിയെടുക്കാം. എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വീഡിയോയിലൂടെ നോക്കണം. കുളിക്കുന്നവരും ഇത് തന്നെ ചെയ്യാം. അപ്പം ഇതാന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ട് മുടി വളരും. പുതിയ മുടികളൊക്കെ പ്രത്യേകമായിട്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് ചിലപ്പോൾ തലയിൽ അവിടെ ഇവിടെയൊക്കെ മുടി പൊഴിഞ്ഞു പോയ സ്ഥലങ്ങൾ കാണുമല്ലോ, അവിടെയൊക്കെ മുടി നല്ല തിക്കായിട്ട് വളർന്നു വരും. അതിനുള്ള ഒരു ബൂസ്റ്റർ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം മുടി വളർത്താൻ ആഗ്രഹമുള്ളവരെല്ലാവരും നമുക്കൊരു ചലഞ്ച് ചെയ്യാം. ഓക്കെ, കണ്ട 3 ദിവസമായിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന താരൻ്റെ ഫുൾ കംപ്ലീറ്റ് പോയി കേട്ടോ. താരൻ ഇപ്പോൾ ഒരു പൊടി പോലും പറക്കാനില്ല. കണ്ട, ഒരു തരി പോലും ഇല്ലെന്നുള്ളതാണ് വാസ്തവം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, താരൻ പോകാനുള്ള ഷാമ്പു ജോലിക്കാർക്കൊക്കെ നമ്മുടെ നാച്ചുറൽ ഹെയറുടെ ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, നാച്ചുറലായിട്ടുള്ളതൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഷാമ്പു ഉപയോഗിച്ച് താരൻ 3-ാമത്തെ ദിവസം കൊണ്ട് കംപ്ലീറ്റ് പോയിന്നുണ്ടോ. ഒരെണ്ണം പോലും ഇല്ലെന്നുള്ളതാണ്, ഒരു തരി പോലും. ഇതേ അടുത്ത് കാണാമല്ലോ, അതിനകത്തോട്ട് കാണുന്നില്ലേ? ഇതേ കണ്ട. ഇനി ഇതാ ഈ സൈഡിൽ ഒരു ശകലം കൂടെ പോകാനുള്ളതുകൊണ്ട് ഇവിടെ ഞാൻ മരുന്ന് തേച്ച് വെച്ചേക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് തേച്ച് വെക്കണം. ഇതാണ് ഷാമ്പു, ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. ഒത്തിരി പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുള്ള ഷാമ്പു ഇതാണ്. അപ്പം ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്, നമുക്ക് ഹെയർ കെയറിൻ്റെ ചലഞ്ച് വീഡിയോ ഇന്ന് തൊട്ട് തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും പേടിക്കണ്ട, ഇത് തന്നെയായിട്ട് നിങ്ങൾ ചേച്ചി ഇരിക്കുമോ എന്നൊക്കെ ഉള്ള ടെൻഷൻ ചിലവർക്ക് കാണും. മുടി വളർത്താൻ ആഗ്രഹമില്ലാത്തവർക്ക്, മുടി വളർത്താൻ ആഗ്രഹമുള്ളവർ ഈ ചലഞ്ചിലോട്ട് വരണം. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് മുടിയില്ലാതെ നമുക്ക് ഒരു ഇതുമില്ല. മുടി വേണം അല്ലേ? ശരിയല്ലേ പറഞ്ഞേ? എനിക്ക് മുടി വളർന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്, മുടി എന്താണേലും തലയിൽ വേണം. ഞാൻ ചലഞ്ച് തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ എനിക്ക് ഉടനെ തന്നെ ചലഞ്ചിലോട്ട് പോയി ഇന്ന് ഒന്നാമത്തെ ചലഞ്ച് ചെയ്തിട്ട് അന്നേരം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടേ ഉള്ളൂ. ഇനി ഉള്ളത് കാണിക്കത്തുള്ളൂ. കാരണം എനിക്ക് ഇന്ന് ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ പോകണമായിരുന്നു. രാവിലെ പോയിട്ടൊക്കെ വന്നാണ്. മുടിയെല്ലാം ഉണക്കിയിട്ടാണ് ഞാൻ പോയത്. കണ്ടോ, നോക്കിക്കേ എൻ്റെ മുടി ഇരിക്കുന്നത്. ഇത് വളരുന്നുണ്ട്. ഇന്ന് തൊട്ട് ഞാൻ ചലഞ്ച് തുടങ്ങി. ചലഞ്ച് 1 കേട്ടല്ലോ. അപ്പം എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഞാൻ ചെയ്തപ്പം വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു, ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഞാൻ എന്താ ചെയ്തതെന്ന്. ഇന്നത്തെ ചലഞ്ചിൽ വീഡിയോ എടുത്തോണ്ടിരിക്കാൻ സമയമില്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റിലെ തന്നെ നമ്മൾ ഒരു പിടി ആര്യവേപ്പിൻ്റെ ഇല, അതായത് ഇങ്ങനൊരു തണ്ട് ആര്യവേപ്പ് വരുമല്ലോ. ഞാൻ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ വീഡിയോ എടുക്കാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സമയക്കുറവ് മാത്രമായിരുന്നു, അതുകൊണ്ടാണ്. ഇനി ചെയ്യുമല്ലോ, അപ്പം ഞാൻ ഓരോ ചലഞ്ചിൻ്റെ എടുക്കുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. എല്ലാ ദിവസവും നമുക്ക് വീഡിയോ ഇപ്പം പെട്ടെന്നൊക്കെ എടുത്തുകൊണ്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയത്തില്ല. അവിടെ പോകാനും പറ്റും, അക്ഷയയിലും അവിടെ ഇവിടെയൊക്കെ ഇന്നൊന്ന് പോകണമായിരുന്നു, അതുകൊണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ആര്യവേപ്പിൻ്റെ ഇല ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ നിൽക്കുമല്ലേ, അതിൻ്റെ ഒരു കതിർപ്പ് ഇങ്ങനെയുള്ളത്, അടുത്ത ഒരു കതിർപ്പ്, അടുത്തൊരു 3 കതിർപ്പ് എടുക്കുക. ആ ഇല ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഒരു പാത്രത്തിലോട്ട് ഇല ഇടുക. 3 കതിർപ്പ് ഇല എടുത്ത് പാത്രത്തിലോട്ട് ഊരിയിടുക. മനസ്സിലായല്ലോ? അത്ര മനസ്സിലായില്ലേ? അരിവേപ്പിൻ്റെ ഇല ഇങ്ങനെ ഓരോന്നായിട്ടാണ് നിൽക്കുന്നത്. അതിൽ നിന്ന് 3 തണ്ട് ഇങ്ങനെ എടുക്കുക. അതിനെ ഇങ്ങനെ 3 കതിർപ്പ് നമ്മുടെ പാത്രത്തിലോട്ട് ഇടുക. മനസ്സിലായല്ലോ? നമ്മുടെ ഇടികല്ല് നമ്മുടെ വീട്ടിൽ ഇരിപ്പില്ലേ, ആ ഇടികല്ല് എടുത്തോണ്ട് വന്നിട്ട് ഇത്രയും നീളത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം ഈ ചലഞ്ച് വീഡിയോ ഒക്കെ ഞാൻ കണ്ട് ചെയ്താ കേട്ടോ. വീഡിയോയിൽ കണ്ട് ഓരോരുത്തർ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇഞ്ചി കഷ്ണം എടുക്കുക. ഇഞ്ചിയുടെ തൊലി ഒന്നും കളയണ്ട, നല്ല വൃത്തി കഴുകിയിട്ട് നമ്മുടെ ഇടികല്ല് കയ്യിലുള്ള ആ ഇടിക്കുന്ന സാധനം ഇഞ്ചിയെ ഇടിച്ചു പഞ്ചറായിട്ട്
അതായത് ഭയങ്കര പൊടിയണം എന്നല്ല ഞാൻ പറഞ്ഞത്, ഇഞ്ചി ഇങ്ങനെ ചറപറാന്നാക്കുക. ആ ഒരു ചറപറാന്നാക്കിയതും ഈ ആര്യവേപ്പിൻ്റെ ഇലയിട്ട പാത്രത്തിലോട്ട് ഇടുക. രണ്ടും ഇട്ടില്ലേ? സുഖമായിട്ടിട്ടല്ലോ. ഈ ഇഞ്ചി എന്ന് പറയുന്ന നമ്മുടെ തലയിലെ ഒഴിഞ്ഞു പോയ ഭാഗത്തെ പുതിയ മുടിയെ നന്നായിട്ട് കിളിർപ്പിച്ചെടുത്ത മുടിക്ക് ബൂസ്റ്ററാണ് ശരിക്കും പറഞ്ഞാൽ ഇഞ്ചി നീരെന്ന് പറഞ്ഞാൽ. അടിപൊളിയാണ്. ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ ഇഞ്ചി നീര്? ഇഞ്ചി നീര് എല്ലാത്തിനും ബെസ്റ്റാണ്. നമ്മുടെ തല നമ്മുടെ സ്കാൽപ്പ് വൃത്തിയായാൽ തന്നെ നമ്മുടെ മുടി വളരാനുള്ള ഒരു ടെൻഡൻസി വരും നമ്മുടെ തലയ്ക്ക് തന്നെ. നമ്മുടെ ബ്രെയിനിൻ്റെ അവിടുന്ന് തന്നെ ഈ സ്കാൽപ്പിൽ നിന്ന് മുടി വളരാനുള്ള ഒരു ഇത് കിട്ടും. സ്കാൽപ്പ് ക്ലീൻ ആകാനും മുടി പോയ ഭാഗത്ത് കിളുക്കാനുള്ള ഒരു ബൂസ്റ്റർ തന്നെയാണ് നമ്മുടെ ഇഞ്ചി നീരെന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ഈ ഇഞ്ചിയെ എടുത്തിരിക്കുന്നത്. ആര്യവേപ്പിലയായി ഇഞ്ചി ഇടിച്ചതായി. അടുത്തത് മുടിക്ക് ഏറ്റവും വളരെ പ്രധാനമായ നമ്മുടെ തേയില. ഏത് തേയിലയാവാം കേട്ടോ, നിങ്ങൾക്ക് വലിയ അങ്ങേറ്റത്തെ തേയില വേണമെന്നല്ല, ഏത് തേയില ഒരു വലിയ സ്പൂൺ അളവിലെടുത്ത ഒരു സ്പൂൺ തേയില ഇതിനകത്തോട്ട് തന്നെ ഇടുന്നു. 3 സാധനങ്ങളായി. പ്ലസ് ചെമ്പരത്തിയുടെ ഇല, ഏത് ചെമ്പരത്തി ആവാം കേട്ടോ. ചെമ്പരത്തിയില ഒരു 6 ചെമ്പരത്തിയില എടുത്താൽ മതി കേട്ടോ. ആർക്കാണേലും ഏത് തലയ്ക്കാണേലും 6 ചെമ്പരത്തിയില കഴുകിയിട്ട് അതും കൂടെ ഇതിനകത്തോട്ട് പിച്ചി കീറി അങ്ങ് ഇടുക. എന്നിട്ട് ചെറിയ 2 ഗ്ലാസ് വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കുക. അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒന്നിച്ചിട്ടു. 2 ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നികന്ന് വരുമല്ലോ. നികന്ന് വന്ന് നമ്മുടെ ഗ്യാസ് ഓണാക്കി ഒന്ന് ഇളക്കിയിട്ട് ഗ്യാസ് ഓണാക്കി. നമ്മുടെ തേയില എന്തിനുള്ളതാണെന്ന് അറിയാലോ? തേയില മുടി വളരാന് സൂപ്പർ സാധനമാണ്. തേയില മുടി വളരാന് അടിപൊളിയാണ് കേട്ടോ. മുടിക്ക് നീളം ലെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് തേയില. തേയിലയുടെ വെള്ളം സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നല്ല കട്ടയായിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പുതിയ കുഞ്ഞു മുടികളൊക്കെ കിളുത്ത് അങ്ങനെ വരും. എങ്ങനെ കിളുത്തു വരുന്നത്? ഇങ്ങനെ കിളുത്തു വരും. സത്യമായ കാര്യങ്ങളാട്ടോ. ഒന്നും ആർക്കും ദോഷം ചെയ്യുന്ന ഞാൻ പറഞ്ഞു തരില്ല. സത്യമായ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരൂ. അപ്പം ഇതെല്ലാം കൂടെ ചെറിയ തീയിലിട്ട് ഒരു 10 മിനിറ്റ് അങ്ങോട്ട് അവനെ തിളപ്പിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം. അപ്പം ഇതിൻ്റെ ആ കളർ ഇതെല്ലാം നന്നായിട്ട് മാറി 10 മിനിറ്റ് തിളപ്പിക്കണം. അപ്പോൾ അതിൻ്റെ സത്തുകളെല്ലാം ഇറങ്ങി ഒരു 2 ഗ്ലാസ് വെള്ളം എന്നുള്ളത് 1 ഗ്ലാസ് അല്ലെങ്കിൽ 3/4 ഗ്ലാസ്സിലോട്ടാക്കി എടുക്കണം കേട്ടോ. അതുപോലെ അവിടെ കിടന്ന് പറ്റുന്നിടം വരെ കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത്. പറ്റുന്നിടം വരെ കുറച്ച് നമ്മൾ 2 ഗ്ലാസ് ഒഴിച്ചത് ഒരു 3/4 ഗ്ലാസ്സായി പറ്റുന്നിടം വരെ നിങ്ങൾ തിളപ്പിച്ചുകൊണ്ടിരിക്കണം. അത് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ജോലിക്ക് പൊക്കോ. ഞാൻ അങ്ങനെയാണ് കേട്ടോ. അപ്പം ഇടയ്ക്കൊന്ന് ഇളക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. പറ്റിയെന്ന് തോന്നുമ്പോൾ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇതിനെ അരിച്ചങ്ങെടുക്കുക. അരിച്ചെടുക്കുമ്പം ഈ സത്തുണ്ടല്ലോ കൈകൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സിയിലൊന്നും ഇട്ട് അരിക്കൊന്നും വേണ്ട. കൈകൊണ്ട് നന്നായിട്ട് ആ അരിപ്പയ്ക്കകത്ത് വരുന്നതിനെ പിശടിനെ എടുത്തു നിന്ന് പിഴിഞ്ഞ് അങ്ങോട്ട് അതിനകത്തോട്ട് ഈ അരിപ്പയിലോട്ട് തന്നെ ഒഴിച്ചാൽ അതിൻ്റെ സത്തെല്ലാം ഇങ്ങനെ ഊറ്റി ആ പാത്രത്തിലോട്ട് വീഴും. അത് നല്ല ചൂടാറി എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മുടിയൊക്കെ നല്ല വൃത്തിയാക്കി ഇങ്ങനെ ചീകി പുറോട്ടും മുമ്പോട്ടും എല്ലാം ഇട്ട് മുടി അങ്ങ് ചീകി ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിച്ച് നിർത്തണം. അതായത് മുടി ഇങ്ങനെ നന്നായിട്ട് മുമ്പോട്ടിടുക, പുറോട്ടിടുക, എല്ലാം നല്ല കണ്ണകലമുള്ള ചീപ്പ് വെച്ച് ചീകിയിട്ട് നിങ്ങൾ നന്നായിട്ട് ഈ വെള്ളം നല്ല കുനിഞ്ഞു നിന്ന് ചീകി ഇങ്ങനെ താഴോട്ട് വന്നിട്ട് നിങ്ങൾ നല്ലതായിട്ട് പെരട്ടി സ്കാൽപ്പിലെല്ലാം കൊടുക്കുക. സ്കാൽപ്പിനെ നിങ്ങൾ വൃത്തിയാക്കി ഈ ഇഞ്ചി നീരെല്ലാം ചെല്ലുമ്പോൾ സ്കാൽപ്പ് സൂപ്പർ വൃത്തിയാവും. വൃത്തിയായി കഴിയുമ്പോൾ തന്നെ അപ്പം തന്നെ മുടിക്ക് കരുത്ത നല്ലൊരു വളരാനുള്ള ഒരു ഇത് കിട്ടും നമ്മുടെ തലയ്ക്ക് കേട്ടല്ലോ. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. ഒരു 10 മിനിറ്റോളം നിങ്ങൾ ഈ വെള്ളം ഉള്ളിൽ സ്കാൽപ്പിലും അവിടെ ഇവിടെ എല്ലാം തേച്ചും മുടി അറ്റത്തോട്ട് ഇങ്ങനെ ഇട്ടിട്ട് മുടി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മുടിയിലും എല്ലാം നിറച്ച് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചിട്ട് വീണ്ടും തല കുനിഞ്ഞു നിന്ന് ഇങ്ങനെ നന്നായിട്ടൊക്കെ ഒന്ന് മസാജ് എല്ലാം ചെയ്ത് ഒരു 10 മിനിറ്റ് മസാജ് ചെയ്ത് ഒന്ന് കെട്ടിവെച്ചിട്ട് ഒരു ശകലം നേരം 10 മിനിറ്റ് മസാജ് ചെയ്താൽ മതി. ഞാൻ 10 മിനിറ്റ് മസാജ് ചെയ്തതേ ഉള്ളൂ. എപ്പോഴും ജലദോഷമൊക്കെ അല്ലേ, അതുകൊണ്ട് 10 മിനിറ്റ് മസാജ് ചെയ്താൽ മതി കേട്ടോ. കൂടുതലൊന്നും ചെയ്യണ്ട. 10 മിനിറ്റ് മസാജ് ചെയ്തിട്ട് നിങ്ങൾ വെറും നോർമൽ വാട്ടറിൽ കുളിക്കുക, തല കഴുകുക.
കേട്ടല്ലോ. ഇത് ഞാൻ ഇപ്പം നിങ്ങൾക്ക് എന്നും ചെയ്യേണ്ടിവരാണെങ്കിൽ ഈ ഒരു ടിപ്സ് ഡെയിലി ചെയ്യുന്നത് ഏറ്റവും നിങ്ങൾക്കൊരു മാസം കൊണ്ടുള്ള ആ മുടി വളർച്ച നിങ്ങൾക്കറിയാൻ പറ്റും. ഞാനിപ്പോൾ ഇന്ന് ചെയ്തു, മുടിയെല്ലാം ഉണക്കിയെടുത്തു. രാവിലെ തന്നെ, ഇന്ന് വെളുപ്പിന് തന്നെ സമയമില്ലാത്തതുകൊണ്ട് വെളുപ്പിന് തന്നെ എല്ലാം ആക്കിയിട്ട്, അതാണ് എനിക്ക് എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റാഞ്ഞത്. ഇനിയിപ്പം അടുത്തതിന് ഞാൻ വീഡിയോ പിടിക്കാം കേട്ടോ, വീഡിയോ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പം ഇത് ചെയ്ത് നിങ്ങൾ തലയെല്ലാം നോർമൽ വെള്ളത്തിൽ കഴുകിയിട്ട് മുടി ഉണങ്ങിക്കഴിഞ്ഞിട്ട് നല്ലതായിട്ട് ചീകി കോതി അങ്ങിടുക. ഇത് നിങ്ങൾക്ക് ദിവസവും ഈ ടിപ്സ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ തലയ്ക്ക്, നിങ്ങളുടെ തലമുടിക്ക് ഇത് നിങ്ങളെ നല്ല രീതിയിൽ മുടി വളർച്ചയിലോട്ട് വരുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഒരു മാസമൊന്നും ആവണ്ട, വെറും 2 ആഴ്ച കൊണ്ട് മാറ്റം വരുന്നത് മനസ്സിലാവും. പിന്നെ കുളിക്കാത്തവർക്കും തല കുളിക്കാത്തവർക്കും മുടി വളർത്താം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെങ്ങനെയാണെന്നറിയാവോ സംഭവം? ഈ ഒരു ടോണറില്ലേ, ഈ കിട്ടിയ ഈ വെള്ളമില്ലേ, നമ്മൾ എടുത്തു വെച്ച വെള്ളം, അതല്ലേ നമ്മൾ തലയിലത്ത്, ഈ വെള്ളം ഒരു സ്പ്രേ ബോട്ടിലോ എടുത്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കുക. നിങ്ങൾക്ക് രാവിലെ തല കുളിച്ചില്ലെങ്കിലും സ്പ്രേ അടിക്കുക. നിങ്ങളുടെ സ്കാൽപ്പയിലോട്ട് ഇതെല്ലാം കൂടെ സ്പ്രേ അടിച്ചിട്ട് നിങ്ങളൊന്നിങ്ങനെ മസാജ് ചെയ്ത് നിർത്തുക. കഴുകുകയേ വേണ്ട. ചിലവർക്ക് വൈകിട്ടായിരിക്കും അതിനുള്ള സമയം കിട്ടുന്നത്. വൈകിട്ട് മേലെല്ലാം കുളിച്ചിരിക്കുന്നവർ തല നനച്ചില്ലെങ്കിൽ ഒരാഴ്ചയാണെങ്കിലും എത്ര ദിവസമാണെങ്കിലും തല നനയ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ, ചിലവരൊക്കെ എന്നും തല നനയ്ക്കത്തില്ല. പക്ഷെ നമ്മളങ്ങനെ അല്ലല്ലേ, നമ്മൾ തല നനയ്ക്കും. തല നനയ്ക്കണം എന്നൊന്നുമില്ല മുടി മുടി വളർച്ചയ്ക്ക്. മുടി വളരണമെങ്കിൽ തല നനയ്ക്കണ്ടെന്ന് പറയുന്നവരും ഉണ്ട് കേട്ടോ. ഇത് വൈകിട്ടാണെങ്കിൽ ഈ സ്പ്രേ ബോട്ടിലെടുത്ത് നന്നായിട്ട് തലയിലൊക്കെ വെച്ചിട്ട് ഒന്നിങ്ങനെ മസാജ് ചെയ്ത് ഇളക്കിയിട്ട് നിങ്ങൾ ഒന്നാം തന്നെ ഉണങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ കെട്ടിവെച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കോ, ഒരു കുഴപ്പമില്ല. രാത്രിയിലാണെങ്കിലും നിങ്ങളുടെ മുടിക്ക് നല്ലൊരു ഉണർവ് കിട്ടി മുടി പതുക്കെ പോയ ഭാഗത്തെല്ലാം കിളിർക്കാൻ തുടങ്ങും മുടി, സത്യമായ കാര്യം. പിന്നെ ഈ ടിപ്സ് എല്ലാം ചെയ്യുന്നതിന് മുമ്പ് സ്കാൽപ്പിൽ നിന്ന് വല്ല താരനൊക്കെ ഉണ്ടെങ്കിൽ താരനെയൊക്കെ നിങ്ങൾ നീക്കണം. എൻ്റെ മോൻ്റെ തലയിൽ നിന്ന് താരൻ 3-ാമത്തെ ദിവസമാണ് താരൻ്റെ കളയുന്നത്. ഇന്നാളൊരു പ്രാവശ്യം ചെയ്തിട്ട് പിന്നെ അവൻ എൻ്റെ അടുത്ത് വന്നിട്ടില്ല, ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇപ്രാവശ്യം ഇത്രയും ദിവസം ഉണ്ടായിരുന്നു, നാളെ പോത്തുള്ളൂ. ഇന്നും കൂടെ ഞാൻ ചെയ്തു. അവൻ്റെ താരൻ കംപ്ലീറ്റ് പോയെന്നുള്ളതാണ്. ഈ ഭാഗത്തൊരു ശകലുള്ളത്, അത് ഞാൻ ചീപ്പെടുത്തി ഇങ്ങനെ ചീകി അതിനെ ഇന്ന് നശിപ്പിച്ച് കളഞ്ഞു. ഇന്നും ആ മരുന്ന് ചെയ്തിട്ടുണ്ട്. അതേത് മരുന്നാണെന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്, പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. താരനുണ്ടെങ്കിൽ താരൻ കളഞ്ഞതിന് ശേഷമേ ഈ ഹെയർ ടിപ്സ് ചലഞ്ച് തുടങ്ങാവുള്ളൂ, എന്നിട്ടേ പ്രയോജനമുള്ളൂ. അല്ലാതെ മുടി പൊഴിഞ്ഞു പോന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരല്ല, ഒരു രക്ഷയില്ല. അതിനകത്തൊരു ഇതുമില്ല കേട്ടോ. കാരണം താരനുണ്ടെങ്കിൽ മുടി നശിപ്പിക്കും. താരൻ ഉള്ളത് ഞാൻ പറഞ്ഞ മടിയുള്ളവരാണ് ഇന്ന് കാണിച്ചേക്കുന്ന ഷാമ്പു മേടിക്കുക, 460 രൂപയാണ്. അത് 3 ദിവസം ചെയ്ത് കഴിയുമ്പോൾ 1 ദിവസം കൊണ്ട് ചെറിയ ആളുടെ പോയി, വലിയ അധികം താരനില്ലാത്തതാണെങ്കിൽ 1 ദിവസം കൊണ്ട് പോകും. മൂത്തതിൻ്റെ തല ഇങ്ങനെ ഇതായിട്ട് തറഞ്ഞിരിക്കുന്ന താരനായിരുന്നു. മുഴുവൻ കംപ്ലീറ്റ് ഇന്നുകൊണ്ട് പോയി, ഇന്നും കൂടെ ചെയ്തു. എന്നാലും ഞാൻ അടുത്ത ആഴ്ച വരുമ്പോഴും കൂടെ ഒന്ന് തേച്ച് കൊടുക്കും. കാരണം ഫുൾ പോയെന്ന് പറഞ്ഞാലും 1-2 കൂടെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടല്ലോ. അപ്പോൾ താരനുള്ളവർ ഈ ഷാമ്പു വാങ്ങിച്ചിട്ട് അതും കൂടെ ചെയ്തിട്ട് ഈ ഹെയർ ടിപ്സ് തുടങ്ങിക്കോ. ഇന്ന് മുതൽ ഹെയർ ചലഞ്ചാണ് നമുക്ക് കേട്ടോ. ഇന്ന് ഡേ 1 ആണ്. നിങ്ങളെല്ലാവരും നോക്കണം ഇത് ചെയ്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.